ക്രീം ബൺ. അപ്പോൾ ഇന്ന് വീഡിയോ വെഞ്ചരിക്കാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫുഡ് നമ്മളല്ല, മമ്മിയാണ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഹാപ്പി മദേഴ്സ് ഡേ. അപ്പം എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഈശോയുടെ അവിടെയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഫ്രഷ് ഫ്ലവേഴ്സും കൂടെ വേണമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ഇല്ല, മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ചായിരുന്നു. പിങ്ക് കളർ റോസസ്, അതിൻ്റെ നടുക്കൊരു റെഡ് റോസ്. ദാറ്റ് വാസ് നൈസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മെഴുകുതിരി വെച്ചിട്ടുണ്ട്, കളർ മെഴുകുതിരി വെച്ചിട്ടുണ്ട്. നമുക്കൊരു വചനം നോക്കാം. താങ്ക് യു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. താങ്ക് യു. അപ്പം എന്താ പറയുക, മറ്റേ ഒളിമ്പ്യൻ അന്തോണിയാദത്തിലെ സീനയ്ക്ക് ഓർമ്മ വന്നേ. നീ എനിക്ക് പ്രിയങ്കരിയാണ്. ഫോട്ടോ എടുക്കാണ്ട് ബോഡി വെക്കാൻ തിരിയൊക്കെ കത്തിച്ചിട്ടല്ലേ ഫോട്ടോ എടുക്കാം. അതെ, ഇത് ആദ്യം ഒന്ന് കത്തിച്ചു. Shoes on the golden ground. അതൊരു സെന്റർഡ് ആയിരുന്നെങ്കിൽ. You are beautiful when you look at me. Can you feel my love? Can you feel my love? Can you feel my love? Can you feel my love?
through the change, through the way that the colors turn. Dive in with me to the deep of the orange bird. പോയിട്ട് എടുത്തതാണ്, എൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സ് എടുത്തു തരുന്നതാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോ, ഇതൊക്കെ വില്ലനായിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു മുഖമുണ്ട്. അതുപോലെ ഇതൊരിക്കലും ഞാനൊരിക്കലും കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്തിട്ടില്ല. എന്റെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പൊ അവന് ഫോട്ടോ എടുക്കണ നേരത്ത് അവൻ ഗ്ലാസ് തന്ന, ഞാൻ വെച്ചു. അപ്പോഴേക്കും അവരത് എടുത്തു. അത് ഭയങ്കര ഫേമസ് ആയ പിക്ചറാ. ചുമ്മാ ഇതൊക്കെയാണ് എന്റെ ക്യാമറയാണ് എന്റെ കൂടെ എപ്പോഴും. ഇത് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഇത് കണ്ടോ ഇങ്ങനെ. ഇത് ഞാന് എന്റെ എല്ലാ ക്ലാസ്സുകളും ഈ ഒരു ബേസിലാണ്. ഫോട്ടോഗ്രാഫി ഡോണ്ട് സീ തിങ്സ് ബട്ട് ലുക്ക് ഇൻ ടു തിങ്സ്. അതാണ് കാഴ്ചക്കപ്പുറം കാണുന്നവരാകുക. അതാണ് ഇതെന്റെ പിക്ചർ. അത് മഴയത്താണ്, പറമ്പിക്കുളം. ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം പറമ്പിക്കുളം അല്ല, ഇവിടെ നെല്ലിയാമ്പതി പോയി എടുത്താ. ഇവരുടെ പിന്നാലെ നടന്നേ, ഇങ്ങനെ ഒരുമിച്ച് കിട്ടാനൊക്കെ വേണ്ടിട്ട്. ഞാൻ അധികം ലൈറ്റ് കയറ്റി എടുക്കില്ല, അങ്ങനെ ഒറിജിനൽ ലൈറ്റിലുള്ള സാധനങ്ങളാണ്. അപ്പം എഡിറ്റ് ഇല്ല, ഇത് എഡിറ്റ് ചെയ്യാത്ത പിക്ചറാ. എഡിറ്റ് ചെയ്യേണ്ടി വരാറില്ല, എഡിറ്റ് ചെയ്താ പോയില്ലേ, ഭംഗി പോയി. എന്റെ ഇത് മാത്രത്തിൽ ലൈറ്റ് കയറ്റേണ്ടതാ, അങ്ങനെ പല്ല് കാണണമെങ്കിൽ. ബാക്കിയൊക്കെ ഇങ്ങനെ ഈ ചന്ദ്രനൊക്കെ കണ്ടോ. ഇതൊക്കെ എന്റെ 200 വലിയ ലെൻസാ. പിന്നെ സൂപ്പറായിട്ട് കിട്ടും. ഇത് ഞാൻ എന്റെ ലെൻസിൽ എടുത്താ. ഇതൊക്കെ എന്റെ പക്ക വീഡിയോ ആണ് കേട്ടോ. നോക്കി, അത് ആ ബഗ്ഗില്ലേ. മൂന്നൊന്നുകൂടെ കാണിച്ചേ. അയ്യോ, അതെന്റെ ആദ്യത്തെ അനുഭവം. മൂന്നൊക്കെ പിന്നെ ഡിജിറ്റൽ ഇതില് അത് അതിന്റെ കൃത്യ എക്സ്പോഷർ സാധനം ഇടണമെന്ന് മാത്രമല്ല. ഇതൊക്കെ എന്റെ ക്ലാസിക്കൽ സാധനമാണ്. ഇത് വീഡിയോ, ഇത് എന്റെ സെഡാർ വെച്ചെടുത്തിട്ടില്ല. നമ്മുടെ പള്ളിയുടെ ബാക്കിലുള്ളതാ. ഇതെല്ലാം ഇങ്ങനെ ഇതൊക്കെ തന്നെ. ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇവിടുത്തെ ആ ചാച്ചന്റെ ഞാൻ എടുത്തു കൊടുത്തു കുറെ പിക്ചേഴ്സ്. 100 വയസ്സായ ചാച്ചനാ. കൊത്തക്കറി ഇതുണ്ടോ, കൊത്തക്കറി ഒരു ഭയങ്കര റൂഡായിട്ടുള്ള. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. ഇത് കണ്ടോ ഇതിലാണ് അവാർഡ് കിട്ടിയൊരു പിക്ചർ ഉള്ളത്. അത് ഒരു അമേരിക്കൻ അസോസിയേഷന്റെ അവാർഡ് വന്നിട്ടുണ്ട് എനിക്ക്. അത് ഈ പിക്ചറാണ്. ബോണ്ട് ആയിരുന്നു ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ബോണ്ട് ഓഫ് ബോണ്ട്സ്. ഡിസ്ക്രിപ്ഷൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം എന്ന്. അതിന്റെ കൂടെ ഞാൻ സപ്ലിമെന്ററി കൊടുത്ത പിക്ചർ ഇതായിരുന്നു. ഇത് രണ്ടും ഭയങ്കര ഫേമസ് ആയി. ഇത് തൊട്ടിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടില്ല, പോയി. അത് കളർ കയറി ബൊളോറയിൽ വന്ന് എത്തി നോക്കിയതാ. ഞാൻ എല്ലാം കാട്ടി കയറും. ഞാനൊക്കെ ക്ലോസ് ആയിട്ട് ഫോട്ടോ എടുക്കാനേ. ഇതൊക്കെ എന്റെ ഇതാണ്. ഈ ഉറുമ്പുകൾ വന്നെടുത്തിട്ട് പോണതില്ലേ, അത് ഭയങ്കര രസാ. ഈ വീഡിയോ ഇത് രസാ. ഇവര് ആദ്യം കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനായിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. ഞാൻ വയ്യാണ്ടിരിക്കുന്ന നേരത്ത് ഒരു കൊതുകിനടിച്ചിട്ടതാ. ഒരാള് വന്നു, പിന്നെ നോക്ക് എല്ലാരും വന്നത്. ഇതൊക്കെ ഞാൻ ക്ലബ് ചെയ്തു. ഇതാണ് ആദ്യം വന്നതാണ്. ഈ ഒരൊറ്റ ഉറുമ്പ് ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇതന്നെ പരിപാടി. ഇത് കാലങ്ങളായിട്ടുള്ളതാണ്, വർഷങ്ങളായിട്ടുള്ള ലാൻഡ്സ്കേപ്സ് ഒത്തിരി എൻ്റെ ഉണ്ട്. മാക്രോൺ എൻ്റെ ഏറ്റവും കൂടുതലുള്ളത്. അതിപ്പോ മണ്ണുത്തിന്ന് അവര് ആരെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് മനസ്സിലാവണില്ല. അപ്പൊ അവർക്ക് സ്റ്റഡീസിന് ആവശ്യം വരുന്നു. ഇതൊക്കെ അവിടെ ഉള്ളതാ. അത് നോക്കി കണ്ടോ, ബഗ് കണ്ടോ. പക്ഷെ ഇതെന്താ അറിയോ, നമ്മൾ ആരും ഇതിനെ റെഡ് ഉണ്ട്, അതും ഉണ്ട് എൻ്റെ കയ്യില്, എല്ലാം ഉണ്ട്. ഇതൊരു പ്രാവശ്യം എൻ്റെ മംഗലാമിലെ പിള്ളേരും കൊണ്ട് ഞങ്ങള് മറ്റേ കടപ്പാറ വെള്ളച്ചാട്ടത്തിൽ പോയി നിന്നിട്ട് ഉറവകളിലേക്ക് ഒരു യാത്ര. എന്നിട്ട് വി വിൽ നെവർ പൊല്യൂട്ട് ദ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞ എടുക്കുന്ന ഭയങ്കര റീച്ച് കിട്ടിയതാ. അല്ല, പൊല്യൂട്ടഡ് ആണെന്ന് കുപ്പിയൊക്കെ ഇവിടുന്ന് പൊട്ടിച്ച് ഒക്കെ പറക്കി കൂട്ടി ഞങ്ങൾ എല്ലാം എടുത്തു. ഇതൊക്കെ അട്ടപ്പാടിയിലേക്ക് പോണ വഴിക്കുള്ള ഫ്രൂട്ട്സ്. ഇത് ബണ്ണറക്കട്ട. ഇതെന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. ഇത് ഭയം, അമ്മയുടെ കണ്ണിലെ ഭയം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇങ്ങനെ സാധനം. ഭയമുണ്ട്. കാരണം ഈ കുട്ടി അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. കണ്ടോ. പിന്നെ ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഞാൻ ഞങ്ങളെ കണ്ടിട്ടുള്ള ഭയം. പക്ഷെ ആ കുട്ടിയെ ഒന്നും ഒരു ബോധയുടെ അല്ല. അത് ഇതൊക്കെ ഉണ്ടോ.
ഇതൊക്കെ ഒരു പ്രത്യേക ജീവിയാണ്. ഇത് മുട്ട വിരിഞ്ഞ് ഇതിന്മ മുട്ടയുണ്ടെന്നുള്ള കാര്യം ഞാൻ കണ്ണുകൊണ്ട് കാണില്ല, ലെൻസിൽ നോക്കിയപ്പോഴേ കാണുന്നത്. നോക്കുമ്പോ വിരിഞ്ഞിരിക്കുന്നു, പിന്നെ നോക്കുമ്പോ ഉണ്ടല്ലോ അത് മുഴുവൻ കുട്ടികളായിട്ട് ഇങ്ങനെ ചുറ്റും പേടിപ്പെടുത്തുന്ന പോലെ സാധനം. ഇതൊക്കെ ഡാറ്റ പോലെ. ഇതൊക്കെ എന്റെ ഞാനിങ്ങനെ വെള്ളത്തിലുള്ള കല്ലാണ്. അത് താഴെ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. കല്ല് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ മുകളിൽ ഉറുമ്പ് ഇത്രയും വലുത്. മാക്രോ ലെൻസ് ആണ് ഇതൊക്കെ. പിന്നെ വരയാട് എല്ലാം ഇതൊക്കെ ഒരിക്കലും ഇങ്ങനെ ഇതാവാത്ത പോലത്തെ. ഇത് ആണാണോ പെണ്ണാണോ എന്ന് വരെ ഡിറ്റക്ട് ചെയ്യാനും അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കിട്ടുന്ന പോലത്തെ പിക്ചേഴ്സ് എടുക്കും. ഞാൻ ഇതിനൊക്കെ പോവാറുണ്ട്, സർവേകൾക്കൊക്കെ പോവാറുണ്ട്. ഇതൊക്കെ ചെറുതാണെങ്കിലും കണ്ടോ ഈച്ചയുടെ കണ്ണ് കണ്ടോ നമ്മള് ശ്രദ്ധിക്കുക. ബബിൾ ചെയ്യുന്നു ഈ സാധനമാണ്, ഈ രോഗം പരത്തുന്ന സാധനമാണ് ഈ ബബിൾ. ഇത് ഈ വെള്ളം കൊണ്ട് എല്ലായിടത്തും കൊണ്ടുപോയി എല്ലാം ഒരു സാധനം. ഇത് 10 മണിപ്പൂവിന്റെ ഉള്ളിലെ ഇതാണ്. 10 മണിപ്പൂവിന്റെ ഉള്ളിലത്തെ തേനാണ്, തേനിന്റെ ഇത്. ആ നാള് പൂമ്പൊടി. ഇതാണ് സാധനം. അല്ല ഇത് ഭയങ്കര സൂതിങ് ആണ് ഈ സാധനം. ഇത് കണ്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യും. ഞാൻ അങ്ങനത്തെ സെഷനൊക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ വാൾപേപ്പർ ചോദിക്കാറുണ്ട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ഉണ്ടോ. അതൊക്കെ ഇതിന്റെ കളറിന്റെ ഒരു ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല. മീൻസ് അങ്ങനെ തന്നെയാണ്. ഞാൻ വിളിച്ചു നിർത്തിയതാ, അവര് ഇങ്ങനെ ശൂശു അടിച്ചപ്പോ നിന്നതാ. ഫാമിലിക്ക് ഇത് കാരാച്ചൂരി പുള്ളിപ്പുലിനെ നോക്കിപ്പോയതാ. നെല്ലിയാമ്പതി കിട്ടിയില്ല. വരയാടുകൾ നേരുന്നില്ല മുകളിൽ. എല്ലാം ഒരു സാധനം കളയില്ല. ഇങ്ങനെ പൂവാണെങ്കിൽ പൂവ്, ഇലയാണെങ്കിൽ ഇല, എന്തൊക്കെയാണോ കിട്ടുന്ന ഇത് നെല്ലിയാമ്പതി. ഇതൊരു ഭ്രാന്താണ്. അങ്ങനെയല്ല, അതിന് ഒരു ക്രേസ് തന്നെ വേണം, അല്ലാണ്ട് പറ്റില്ലല്ലോ. അല്ലാണ്ടൊന്നും ഇതൊക്കെ ഇത് ഭയങ്കര രസമായിട്ടുള്ള പിക്ചേഴ്സാണ്. എല്ലാം ഫോട്ടോഗ്രാഫി അറിയാത്ത ഒരാൾക്ക് കാണില്ല. ഇപ്പൊ ഞങ്ങളിപ്പോ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ട് ഞാൻ പിക്ചേഴ്സ് എടുത്ത് കണ്ടിട്ട് അവസാനം അവർ ചോദിച്ചു ഇതൊക്കെ എവിടെ കണ്ടു. പിന്നെ ഞാൻ ഇതൊക്കെ നിക്കോണാണ്. നോക്കി ഇത് പുളിരുമ്പ് കടിക്കണ കൊമ്പ് ഇതാ. അതിന്റെ പുറത്ത് നോക്ക്, ഇതുകൊണ്ടാണ് കടിക്കണേ. നമ്മള് കാണില്ലല്ലോ. ഞാൻ അതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇത്ര വരെ കട്ട് ചെയ്താലും കുഴപ്പമില്ല അതിന്. അതുപോലെ ഈ സാധനമൊക്കെ ഇല്ലേ നമ്മുടെ പൊന്നാമ, എന്റെ പച്ചയും. ഇത് ഞാൻ എടുത്ത പിക്ചറാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ആദ്യ കുർബാന സ്കീനത്തിന് ഇതാണ് ഞാൻ മെമന്റോ ആക്കി കൊടുത്തത് പിള്ളേർക്ക്. ഇത് നേരെ ഫെലച്ചന്റെ കയ്യാ. അച്ഛനെ പിടിച്ച് നിർത്തി പിടിച്ച ഇതാണ് ആ പിള്ളേര് പ്രതിജ്ഞയെടുക്കുന്നത്. ഇപ്പൊ ബെണ്ണറക്കട്ടെ അവിടെ തുറന്നു ഇങ്ങനെ കേജിയുടെ അല്ലാന്നേ ഉള്ളൂ. കരടി എല്ലാം ഉണ്ട്. ഇതൊരു ഭയങ്കര ക്രൈസാണ്. ഇതിലാണ് ഞാൻ പിടിച്ചു നിക്കണേ, അല്ലെങ്കിൽ ഞാൻ അടിഞ്ഞു പോയനെ. അങ്ങനെയല്ല, ഞാന് വയ്യാണ്ടായി പോയനെ. എല്ലാരും പറഞ്ഞു. ഞാൻ ഫുൾ കയറും. ഞങ്ങള് 22 കിലോമീറ്റർ നടന്നു ടൈഗർ റിസർവില്, പെരിയാറ്. 11 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് റിസർവയർ വരെ പോയി. അവിടെ ഞങ്ങൾക്ക് സർവേ അവിടെ ആയിരുന്നു. അത് തിരിച്ചു നടന്നു. തിരിച്ചു നടക്കുമ്പോൾ എന്റെ കൂടെ 2 ചെറുപ്പക്കാരും വയ്യാണ്ടായി പോയി. ചെറുപ്പക്കാരൻ പറഞ്ഞാൽ അത്ര ചെറുപ്പമൊന്നുമല്ല, അത്ര ഇതല്ല, എന്നാൽ കൂടെ. അപ്പോഴാണ് ഞാൻ ഫോറസ്റ്റ് എടുത്ത് പോകണം, എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അയാള് പേടിച്ചു. അയാൾ പറഞ്ഞു അയ്യോ മണ്ടത്തരം കാണിച്ചല്ലോ. അരുവിയോടാന്ന് പറയും. 1.5 മണിക്കൂർ ട്രക്കിംഗ് ജീപ്പിൽ കയറി പോയിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പൊ എന്തെങ്കിലും വന്നാൽ താഴെ എത്തിക്കാൻ പറ്റില്ല. പിന്നെ വോക്കി ടോക്കിയാണ് ഉള്ളത്, ആകെയുള്ളത്. നമ്മുടെ അടുത്ത് എല്ലാം എഴുതി പഠിച്ചിട്ടാണ് അകത്ത് തരുന്നത്. എന്ത് വന്നാലും ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ട്. ആധാർ കാർഡ് കൊടുക്കണം എന്തെങ്കിലും സംഭവിച്ചാൽ. അമ്മയൊന്നും പറയില്ല, അമ്മയ്ക്കൊക്കെ അറിയാം. അമ്മയ്ക്ക് ഞാന് ആനയുടെ പിന്നാലെ പോയി. നെല്ലിയാമ്പതി ആനയുടെ പിന്നാലെ കയറി. പിന്നെയുള്ളത് എങ്ങനെയാണ്, ഇപ്പൊ റെസ്ട്രിക്ഷൻസ് ഒത്തിരി ഉണ്ട്. അപ്പൊ അതെല്ലാം പാലിച്ച് അല്ലാണ്ട് അതിക്രമിച്ച് കയറിയിട്ടുള്ള പരിപാടിയില്ല. എല്ലാം അനുവാദത്തോടു കൂടെയുള്ള പോലെ. അപ്പോൾ അച്ഛൻ വീട് വഞ്ചരിച്ച് പോയി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അച്ഛൻ വളരെ മികച്ചൊരു എന്താ പറയുക ഫോട്ടോഗ്രാഫറാണ്.
എൻ്റെ കുറേ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം വളരെ 30 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളൊരു നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അച്ഛൻ. അപ്പോൾ നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് കഴിച്ച ഉടനെ നമ്മൾ ആ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഫോട്ടോസ്, നിങ്ങളത് കാണണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. കോവയ്ക്കാത്തോരൻ, നല്ല ചൂട് ചോറ്. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. The world is a wondrous place when you slow it down. Throw off the rules like our shoes on the golden ground. Sway in the autumn leaves. You are beautiful when you look at me. Can you feel my love? Can you feel my love? Oh, 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 oh. Can you feel my love? Can you feel my love? Stay through the change, through the way that the colors turn. Dive in with me to the deep of the orange burn, and lay in the autumn leaves. You are beautiful, and you're all I need. Can you feel my love? Oh, 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 oh. Can you feel my love? Oh, oh, oh. Can you feel my love? Can you feel my love? Ooh, it's the fall, they're falling in love. 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 Can you feel my love?